ഹലോ ഗൈസ്, യപ്പ് നമ്മൾ ഓരോരോ കാര്യങ്ങളായി ഇപ്പം ഗൈസ്. ഐഫോണിൻ്റെതാണല്ലോ, ഐഫോൺ 70 സീരീസ് ആണല്ലോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓറഞ്ച് ടൈപ്പ്. അതിന് ഓറഞ്ച് ടൈപ്പ് ആണ് ഈ ഒരു സാധനത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന കിട്ടുന്ന ഒരു സാധനമാണിത്. ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത്, ഈ ഒരു മൊബൈലിൻ്റെ ഈ ഒരു കളർ, ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ സാധനം ഇത് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി വേറെ എല്ലാ സാധനങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഡീപ് ബ്ലൂ ആൻഡ് ഐഫോൺ ആയിരുന്നു. സ്ക്രാച്ച് ആവുന്നുണ്ടാണെന്നാണ് അവർ പറയുന്നത്. ഇതാ വളരെ ഒരു സ്ക്രാച്ച് ആയിട്ടുണ്ട്. അടുത്തത് അതും സ്പീക്കറിൻ്റെ അവിടെ തന്നെ സ്ക്രാച്ച്, പിന്നെ ക്യാമറേൻ്റെ അവിടെ തന്നെ വേറൊരു സ്ക്രാച്ച്. പിന്നെ അടുത്ത സീരീസുള്ള ഇത് ഏതായിരുന്നു? ഇത് ഗ്രേ ആണ്, ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്ക്. ഓ എൻ്റെ അമ്മോ, 17 സീരീസ് ആണെന്ന് ഓർക്കണം ഗൈസ്. എൻ്റെ മോനെ സീൻ മാരകാട്ടോ. ഓ എൻ്റെ തരിപ്പണാക്കിയത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ബാക്ക് ആഹാ ബെസ്റ്റ്. അപ്പം സ്ക്രാച്ചുകൾ കൊണ്ട് കളിയാണല്ലോ. സ്ക്രാച്ചിൻ്റെ സ്ക്രാച്ച് അതുമാതിരി സീനാണ് കാണുന്നത്. സ്ക്രാച്ച് ഇതാ ഈ ഒരു ഇൻവീഡിയാൻ്റെ ഒരു കിടിലൻ സാധനം അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവർ സാധനം ഇറക്കി വിട്ടേക്കുന്നത്. ഒരു മിനിറ്റ് ഗൈസ്, നമുക്കത് നല്ല ശബ്ദത്തിൽ കേൾക്കാം. Bluetooth mode. We're just having fun. We don't care to see. ആക്ച്വലി ഇവർ ആ ഒരു ഇൻവീഡിയോ വഴിയായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു സിംഗറിൻ്റെ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. വിത്ത് ദ പ്രോംപ്റ്റ്, ആ പ്രോംപ്റ്റാണ് അടിയിൽ കൊടുത്തേക്കുന്നത്. ഏകദേശം 50 സെക്കൻഡോളം ഉള്ള ഒരു സാധനമാണിത്, ഇൻവീഡിയോ വഴിയായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. So what, we go out. That's how it's supposed to be. Yep. Living young, wild and free. ഇൻവീഡിയോ ഇനി അടുത്തത് ഫിഫേൻ്റെ നാഷണൽ ആന്തമാണ്. 2026 നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ, അതാണ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. നോക്കിക്കോട്ടെ. From the Bronx to Mexico City, from Toronto skies to LA gritty. Flags go high, the crowd's alive. We are the fire, we are the drive. എൻ്റെ മകനെ, ആ സാധനങ്ങളൊന്നും വേണ്ട, വെറുതെ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. വിത്തൊരു പ്രോംപ്റ്റ് കൊണ്ടാണ്
ഇമാതിരി കിട്ടിയ സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. Step in that sun, switches are light. Feeling me, body life, let the moment try. Feeling me, music in my heart, moving to the beat. Life is so sweet, I'm loving it. Public voices rising, chanting time. Feeling me, joy keep shining, sparks in the night. Feeling me. നിങ്ങളെ ക്ലാരിറ്റി ഒന്ന് നോക്കിക്കേ, രണ്ടെണ്ണത്തിൻ്റെയും എന്താ പറയാ, ക്ലാരിറ്റി ഒന്ന് നോക്കിക്കേ. മക്ഡൊണാൾഡ്സിന്റെ പരസ്യമാണ് അവർ ഇത്രയും രീതിയിൽ. മക്ഡൊണാൾഡ്സ് ആ ഒരു സാധനം അവന്മാരെ ക്രിയേറ്റ് ചെയ്ത് നോക്കി. എന്തൊക്കെയല്ലേ കാണാൻ കിടക്കുന്നേ. ഒരു ഡ്രിങ്കിന്റെ പരസ്യം. ഇനി ഇതില്ലേ, ഈ നമ്മുടെ ഇതുണ്ടല്ലോ, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും പരിപാടി എന്ന് പറയുന്നത്. കാരണം അത്ര സിമ്പിളായിട്ടാണ് ഒരു ലിക്വിഡിന് വേണ്ടി, ഒരു ബ്രാൻഡ് ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആ ഒരു പരസ്യം അവർ വിത്ത് ഹെവി മ്യൂസിക്, ആ ഒരു മ്യൂസിക് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ആ സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Where the waves kiss the shore, adventure calls. I wander alone, but I'm brave and small. Bangkok City band, here we go again. Who are you, my silly friend? Lost but never truly alone. With a silly friend, I found my home. Together we go. ഇനി പിള്ളേർക്കൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി അങ്ങ് കാണിച്ചു കൊടുക്കാം. October 31st, the night's alive. Get your heartbeat racing, come and thrive. At magic hour, we own the light. Dance through the shadows till daylight. സീൻ സാധനം ഗൈസ്. ഹാലോവിൻ ആണ്. യാ, ഒക്ടോബർ 30. എന്ത് സാധനമല്ലേ. InVideo.ai അതാണ് സാമാനം. Human actors are furious as Hollywood is interested in AI actors. Chilly Notebook. പുള്ളിക്കാരത്തി ഒരു AI ആക്ടറാണ്. First AI actors to make Hollywood actors inflamed. First creation of it. I was thinking about ഈ പുള്ളിക്കാരത്തെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്യൂറിക് സബ്മിറ്റിലായിരുന്നു. അതാണ് ഇപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കി നോക്കി കാണുന്നത്. ഇൻഡസ്ട്രി ഡിസൈഡ്സ് റിവീൽ ദാറ്റ് studio which had dismissed the AI actors earlier are now ഇതാണ് പുള്ളിക്കാരത്തി, AI ജനറേറ്റഡ് പുള്ളിക്കാരത്തി ആക്ച്വലി ഒരു AI കമ്മീഷണർ എന്ന് പറയുന്ന ഒരു കോമഡി സ്കെച്ചിൽ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു, അപ്പിയർ ചെയ്തിട്ടുണ്ട്.
അതുവഴിയായിട്ടാണ് ആദ്യം തന്നെ ഇവരുടെ ഈ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ടേഴ്സിനൊന്നും അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെയാണ് ഈ ഒരു ആക്ടേഴ്സിനെല്ലാം കൂടെ ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആക്ച്വലി ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അങ്ങനത്തെ ഒരു ഐറ്റമാണ് പുള്ളിക്കാരത്തി ഇപ്പം ചെയ്ത് വെച്ചേക്കുന്നത്. actors RIP to countless startups. Cloudy can now create and edit Excel work. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ക്ലൗഡിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏതാ AI is rewriting the future faster than ever. Free AI online. You spend years making this is Meta Ray-Ban display. They're the first AI glasses with a high-resolution display. The display is large enough to watch a video or read a thread of messages. It appears in one eye and slightly off-center so it doesn't block your view. It is very high resolution and very bright. And then there's the neural interface, the Meta Neural Band. So for the glasses, we are replacing the keyboard, mouse, touchscreens, buttons, dials, with the ability to send signals from your brain with little muscle movements that the neural band will pick up so you can silently control your glasses with barely perceptible movement. So it's good to just be able to type without anyone seeing. And this ഈ is ഒരു ഗ്ലാസ് എനിക്ക് ആദ്യം ഇതാക്കുന്നത് നമ്മുടെ അയൺമാൻ മൂവിയില്ലേ, ആ ഒരു അയൺമാൻ മൂവിയിലെ മറ്റേ ജാവിസ് ഉണ്ടല്ലോ, ജാവിസിൻ്റെ വളരെ സ്പെഷ്യാലിറ്റി പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളിങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ശൂന്യാകാശം എടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോ തൊട്ടില്ല അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഭയങ്കര രസമായിട്ടുണ്ട് എന്തായാലും സംഗതി എന്ന് പറയുന്നത്. ഇത് വേൾഡ് ലാബ്സിൻ്റെ വേറൊരു സാധനമാണ്, മാർബിൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഓരോ ഒരു ഇമേജസിനെ എല്ലാം കൂടി ഇങ്ങനെ 3D ലെയേഴ്സ് ആയിട്ട് അവരിങ്ങനെ മാറ്റിയെടുക്കും ആക്ച്വലി. When you close your eyes, what do you see? When we talk about reality, how do you know what is real? Or what is simply your imagination? Now open your eyes. എൻ്റെ കാഴ്ച സാധനങ്ങളില്ല, അതായത് ഒരു ഹോളിവുഡ് സിനിമയിലെ ഔട്ട്പുട്ട് കാണുന്ന പോലെയാണ് ഈ ഒരു AI സിസ്റ്റം വഴിയായിട്ട് നമുക്ക് പുതിയ സാധനം. ഇത് ലുമേൻ്റെ Ray 3 എന്ന് പറയുന്നൊരു മോഡലാണ്, കിടിലൻ സാധനമാണ്. എൻ്റെ അമ്മോ, ഇതൊക്കെ കാണുമ്പോൾ മറ്റേ ഇതിനകത്ത് നല്ല ഹോളിവുഡ് ഈ ജുമാൻജി, അതേപോലെ തന്നെ നമ്മുടെ ഈ ജുറാസിക് വേൾഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഐറ്റാണ് ഇവന്മാർ പടച്ചു വിട്ടേക്കുന്നത്. ഇത് ഡിക്ക
ആർട്സിൻ്റെ ഓപ്പൺ നാനോ ബനാനോ ഫോർ വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ ഒരു പ്രോംപ്റ്റ് വഴിയായിട്ട് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ബാത്റൂമിൽ കുളിക്കുന്ന ആളെ നമുക്ക് സ്പൈഡർമാനാക്കാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിലുള്ള പരിപാടിയൊക്കെ Rick Sorkin? Excuse me, Mr. Sorkin, you are 5 minutes late. Is there a reason why I should let you in? I'm just trying to ditch the cops, okay? I don't really care if you let me in or not. Mr. Spector will be right with you. What? Can I get you anything? A coffee or a bottle of water? 不是，这是华卓斯基家的格言，我爸告诉我的。刚好在这座湖还有这艘船上。I have to know. Rick ഇതിൻ്റെ പേര് 1.2 ആനിമേറ്റ് എന്നാണ്. എസ്പെഷ്യലി ഈ ഒരു ആനിമേഷൻ റിലേറ്റഡ് സാധനങ്ങൾ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റും. ഈ ഒരു വീഡിയോ ഉണ്ടായാലും ഇതിനകത്ത് ആദ്യത്തേത് ഒറിജിനൽ, രണ്ടാമത്തേത് ജനറേറ്റ് ചെയ്ത സാധനമാണ്. പക്ഷേ ഇതിനകത്ത് ഈ പെണ്ണുമ്പിള്ളേൻ്റെ കുഴപ്പമില്ല. പക്ഷേ അതേസമയം അതിനകത്ത് ഒരു ആണ് വരുന്നുണ്ട്. ആ സാധനത്തിൻ്റെ ആണെങ്കിൽ വോയിസ് അങ്ങനെ സിങ്ക് ആവുന്നത് അത്ര രസമില്ല, കാര്യം പറയാലോ. അതാണ് എന്തൊരു പ്രശ്നം. എൻ്റെ മോനെ, ഹ്യൂമനോയിഡ്. അപ്പം അതുവരെ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞ സാധനം. Here are 3 things to know about Chrome's new AI features. First, Gemini in Chrome allows you to easily ask Gemini to clarify complex information on any web page you're reading. You'll also be able to work across multiple tabs. And Gemini in Chrome is integrated with your favorite apps like Calendar, YouTube, and Maps. In the coming months, we'll be introducing agentic capabilities to Gemini in Chrome. You tell Gemini in Chrome what you want to get done, and it acts on web pages on your behalf. Next, AI mode is now available right in your address bar, what we call the Omnibox, allowing you to ask longer, more complex questions. And you can now ask questions about the page you're on right from the Omnibox. And lastly, new safety features are coming to Chrome, including the ability to fix your compromised passwords with one click. Here are 3 things to know about Chrome's new AI. അപ്പം ഇനി ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന ആൾക്കാരത് സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കുക. ഇമാതിരി AI ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ ഈ ഒരു AI ഫീച്ചർ വഴിയായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. Yo, GPT-5 this Codex. song is for my sad niggas. You know, the type of niggas that listen to Lil Peep and Juice WRLD. Yeah. Hey, what? Good morning, bitch, say it back. Hey, good morning, bitch, say it back. Yeah. ഗായ്സ്, മൈൻക്രാഫ്റ്റ് ആക്ച്വലി അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് 3.js വഴിയായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് നോക്കണം. ആ ഒരു കോഡെക്സ് എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആ മൈൻക്രാഫ്റ്റ്, ആ പുള്ളി എത്ര കഷ്ടപ്പെട്ടാണ് ഈ മൈൻക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെന്ന് അറിയാലോ. അതിൻ്റെ ഇത് ഫൗണ്ടർ എന്ന് പറയുന്ന പുള്ളി, അതിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ആ ഒരു സാധനമാണ് വിത്ത് 3js വെച്ച് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് Good പരിപാടി. morning, bitch, say it back. I hit you up, and you don't hit me back. Told a bitch good morning about a year, cause I'm still waiting for. Yo. ചൈന ഓൾവേസ് ഫേംസ് സ്റ്റോപ്പ്. യാ, ഇത് ഇപ്പോൾ ആക്ച്വലി എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതായത് ചൈനയിലെ എല്ലാ ഫേംസും എൻവിഡിയൻ്റെ ചിപ്സ് ആക്ച്വലി അവർ നിർത്താൻ പോവാണ്. അതായത് ടെക്നിക് ഒന്ന് ചൈനേൻ്റെ കമ്പനികൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉയർത്തണം. പിന്നെ ചൈനയ്ക്ക് ഒരു ഇതുണ്ട്, അതായത് ഈ എൻവിഡിയൻ്റെ ഒക്കെ സാധനമല്ലേ, അമേരിക്കൻ്റെ സാധനമൊക്കെ നമ്മുടെ AI സിസ്റ്റത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അമേരിക്ക അതിനകത്ത് വേറെ എന്തെങ്കിലും പടച്ചുവിടുമെന്നൊക്കെ ഇവരുടെ അടുത്തൊരു ഡൗട്ടുണ്ട്. അതാണ് അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ നിർത്താൻ വേണ്ടി തുടങ്ങിയത് തന്നെ. ഇത് നമ്മൾ ഇന്നലെ ആക്ച്വലി പറഞ്ഞതാണ്. അതായത് ഏകദേശം ഓരോരോ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏകദേശം 1.8% മുകളിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾസ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവർ എസ്പെഷ്യലി റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് അവർ ആക്ച്വലി ChatGPT-യോട് ചോദിക്കുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കിടിലൻ മൊമെന്റ്, കിടിലൻ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി. $5 billion. യപ്പ് ഗൈസ്, ഈ ഒരു സിനിമയിലെ ലാലിൻ്റെ ഇത് ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക, ക്യാരക്ടർ ഭയങ്കര രീതിയിൽ പ്രശംസിക്കപ്പെടുന്നുണ്ട്. പുള്ളി ഭയങ്കര കിടലായിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് എല്ലാവരും. Got one with you.
കുഴപ്പമില്ല ആര് വേണമെന്ന് ഞാൻ പറയും. പൂങ്കോഴിയുടെ മുട്ട, മുട്ട ഇട്ടത് തത്ത, തത്തക്കത്തിന്റെ മുട്ട, എഴുന്നേറ്റ് പോണ മുട്ട. Exactly. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ മാങ്ങ നിർത്തി തരൂ. അപ്പൊ മാങ്ങ മോള് വീട്ടിൽ കൊണ്ട് ഉപ്പിലിട്ട് വെച്ചോ. കൊമ്മയിലായി ഒരു പാവം മാങ്ങയാണ് കൊമ്മാങ്ങ. എക്സ്ക്യൂസ് മീ, കയറുണ്ടോ? മതിയാവും. കെട്ടാൻ പറ്റുമോ? കെട്ടാൻ പറ്റുമെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് 2 മക്കളുണ്ട്. അവരോട് ചോദിക്കാതെ പണ്ടാറടക്കാൻ നീ അവിടെ വരക്ക്. കോമഡി ഐറ്റംസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണല്ലോ. Hey, welcome to the team, dude. I just want to say your resume is really impressive. Thank you. It's like kind of insane. In the last 2 years, you worked at Apple, Google, Meta, Tesla, SpaceX, and 10 different startups. Let's just say I'm really good at multitasking. I talked to some of your old coworkers, and they said you're one of the greatest engineers who's ever lived. They're too kind. You're so humble. You're like a modern-day Nikola Tesla or Da Vinci. I don't know those guys. Okay, you probably get this all the time, but I have this coding question I want to run by you, if that's cool. If not, no worries. I've just been stuck on this bug for a few weeks. Sure, let me see. Okay, fixed it. Thanks, dude. What the heck? That was so fast. What was wrong with it? I have no idea. What? You literally just fixed it. Yep. You don't know what's wrong with it? Nope. How? Oh yeah, I can't code. What? Yeah, I majored in Czechoslovakian puppet theater. How'd you fix my bug? Oh, I told CodeRabbit to fix your bug with AI. It's pretty good. Oh, wow. Anyway, see you later. I gotta go. Where are you going? You just started. I already got a new job offer for double the pay. Apparently, they really like my coding. സത്യം. അതായത് ഇപ്പോൾ ഇഷ്ടംപോലെ സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ എന്താ പറയുക, വിൻസർഫ് ഉണ്ട്, അതേപോലെ കോഡെക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ക്ലൗഡിൽ ആക്ച്വലി നമുക്ക് ഫിഗ്മേൻ്റെ ഡിസൈന് നമുക്ക് കോഡ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ കുറേ അധികം. പിന്നെ ലവബിൾ, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പൈലറ്റ്, അതിനകത്ത് ഇൻറ്റഗ്രേഷൻസ്, ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും, അതിനനുസരിച്ച് ആൾക്കാരും മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. 1 minute ഗൈസ്, എൻ്റെ ലാപ്ടോപ്പിൽ ചാർജ് തീരാറായി ഗൈസ്. അപ്പോൾ നമ്മളത് കുത്തി വെക്കട്ടെ. അത് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. കാര്യം പറയാറോ, കാര്യം OpenAI a sign that ads are coming to ChatGPT. My God. For someone who can help the company make billions of dollars in profit. Oh, so say that. Similarly, when meeting the generally someone for a former team that will be tasked with the pending arts ChatGPT. Let's see how ഗൈസ്, ഇത് ChatGPT അവന്മാർ ആർട്സ് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ആർട്സ് ഇറക്കാതെ അവർക്ക് വേറെ വഴി ഇല്ലെന്നല്ല, ബട്ട് ആർട്സ് വഴിയായിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് റവന്യൂ ഉണ്ടാക്കാമല്ലോ. ഇപ്പം തന്നെ വേറെ എന്തെല്ലാം പല രീതിയിൽ ഈ ഡിജിറ്റലൊക്കെ ആണെങ്കിൽ അവന്മാർ നല്ല രീതിയിൽ തന്നെ ആർട്സ് അവർ ഇതാക്കുന്നുണ്ട്. അതാണ് തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം OpenAI സേവിങ് ഫോർ ഇൻഹൗസ് ആൻഡ് ഇത് ലീഡ് ചെയ്യുന്ന ഫിഡ്ജി സിമോ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി നേരത്തെ തന്നെ നമ്മുടെ മെറ്റയിലൊക്കെ ആക്ച്വലി പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. 2023 ആകുമ്പോഴത്തേനും 250 GW ഓഫ് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയാണ് അവരെത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. 250 GW ഇതെന്ന് പറയുന്നത്. ട്വൽ പുഷ് ഹൈലൈറ്റ്സ് OpenAI സ്ട്രാറ്റജി ടു present with massive hardware expansion to sustain its needs.
അപ്പം ഇനി ഓപ്പൺ ആഡിൻ്റെ കാര്യം വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. ഓപ്പൺ വക അതായത് ഈ സാധനം വെച്ചിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റോറേജ് ആപ്പിളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റോറേജ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ സാധനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ആക്കാസിസ് 10 Gbps എന്നാണ് സാധനം. എൻ്റെ അമ്മ മാഗ്നറ്റിക് സാധനം, കിടിലൻ സാധനം. സീൻ ഇതൊക്കെ വലിയൊരു ആദ്യത്തെ അറിവാണ് സത്യം പറയാലോ. ടോപ്പ് ഫ്രീ API ലിസ്റ്റ്, API ഇൻ്റഗ്രേഷനിൽ വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണല്ലോ ഗൈസ്. API ഓപ്പൺ ഉണ്ട്, പിന്നെ കൊഹറിയൻ്റെ ഉണ്ട്, ഹഗ്ഗിങ് ഫേസിൻ്റെ ഉണ്ട്, ഡീപ് ഗ്രാം, റെപ്ലിക്കേറ്റ് API. ഇതൊക്കെയാണ് ഗോൾഡൻ ആയിട്ടുള്ള API ഇൻ്റഗ്രേഷൻസിന് വേണ്ടി നമുക്ക് സെറ്റാക്കാൻ പോകുന്നത്. ഐപ്പിളിൻ്റെ സാധനമാണല്ലോ, ഐപ്പിളിൻ്റെ സാധനം. അപ്പം A18 Pro ആണോ അതേപോലെ A19 Pro ആണോ? സീൻ എന്ന് പറയുന്നത് A19 ആണ്, സോറി 19 Pro അല്ല, 19 സീൻ സാധനം. എമ്മാതിരി മാറ്റമാണല്ലേ A19 ചിപ്സെറ്റ് എന്ന് പറയുന്നത്. മിസ്റ്റർ ബീസ്റ്റ്, ദ മാൻ ഹു ഡിസൈൻഡ്, ഈ പുള്ളിയാണ്. ആണ് പുള്ളി. ഈ പുള്ളിൻ്റെ പേരാണ് ജോണാഥൻ ഈവ് എന്ന് പറയുന്നത്. ഇപ്പം ജോൺ ഈവ് എന്ന് നമ്മൾ പറയും കേട്ടോ. അത് ഇത് ഏകദേശം പുള്ളി 30 വർഷത്തോളം ആപ്പിളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐഫോൺ, ഐമാക്, ഐപോഡ്, ആപ്പിൾ വാച്ച് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച പുള്ളിയാണ്. അതേപോലെ തന്നെ അത് വഴിയായിട്ട് ഇഷ്ടംപോലെ ബിഗിനേഴ്സ് അവരുണ്ടായിട്ടുണ്ട്. 2019 പുള്ളി ആപ്പിൾ ലെഫ്റ്റ് ആയത്. അങ്ങനെ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല ആക്ച്വലി എന്ന് പറയുന്നത്. പുള്ളി ലെഫ്റ്റ് ആയ സമയത്ത് പുള്ളീൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത് ഐഫോണിനേക്കാളും ബിഗറായിട്ടുള്ളൊരു സാധനം പിടിക്കണം. അതിപ്പം പുള്ളിയും സാം ആൾട്ട്മാനൊക്കെ ആയിട്ടാണ് ഇപ്പം അങ്ങനത്തെ പുള്ളീൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി സാം ആൾട്ട്മാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഈ എന്താ പറയുക, ആപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പിൾ എന്ന മൊബൈലിലേക്ക് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ക്ക് വേണ്ടി അവർ ഒരു സിസ്റ്റം, അതായത് ജാർവിസ് പോലെ ക്ക് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നാണ് പുള്ളീൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാം ആൾട്ട്മാനായിട്ട് പുള്ളിക്കാരൻ ടീമപ്പ് ആയത്. അങ്ങനെയാണ് ഒരു പോക്കറ്റ് സൈസ്ഡ് കമ്പാനിയൻഷിപ്പ് അവിടെ വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഇതാണ്, കമ്പനി അല്ല ആക്ച്വലി. അതേപോലെ തന്നെ ഏകദേശം $1 ബില്യൺ ആദ്യത്തെ ഫണ്ട് റൈസിങ് അവർ കിട്ടിയിരിക്കുന്നത്. അവരുടെ ഫണ്ട് റൈസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ബാങ്ക്, ട്രൈബ് ക്യാപിറ്റൽ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. അതിനകത്ത് ഇതാക്കിയേക്കുന്നത് ഇതൊരു വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കൂടിയായിരിക്കും. അതെ, ഇപ്പം
ഫോണിലൊക്കെ എന്തോരം നോട്ടിഫിക്കേഷൻസാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം തന്നെ ഭയങ്കര സീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചും കൂടി ഒരു ഹ്യൂമൻ ബേസ്ഡ് ആവുന്നില്ല. അതായത് ഫുള്ള് മൊബൈൽ നോക്കുന്നതുകൊണ്ട് തന്നെ അതത്ര നല്ലതായിട്ട് തോന്നിയില്ല പുള്ളിക്ക്. അതാണ് അതിൻ്റെ സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പം ഭയങ്കര സീക്രട്ടാണ്. ഇവരെങ്ങനെ സാധനം ഉണ്ടാക്കുന്നു, ഏത് സാധനം ഉണ്ടാക്കുന്നു, ഇതെല്ലാം വളരെയധികം സീക്രട്ടാണ്. ഒരു AI മോഡൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഓഫ്ലൈൻ ടാസ്ക് എല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഹാബിറ്റ്സിന് വേണ്ടി അഡാപ്റ്റബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവർ ഇതാക്കുന്നത്. എല്ലാവരും പറയുന്നത് ചിലപ്പം സ്ക്രീൻസ് മാറും. കാരണം പണ്ട് വിചാരിച്ചു കാണും, പണ്ട് ഈ സ്വിച്ച് മൊബൈൽ മാറിയിട്ട് ടച്ച് മൊബൈൽ വന്നപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് ടച്ചൊന്നും വിജയിക്കാൻ പോകില്ല, സ്വിച്ചേ ജയിക്കുള്ളൂ എന്ന്. എന്നിട്ട് ഇപ്പം എന്തായി? അതേപോലെ തന്നെ ആയിരിക്കും ഇതും. എന്താ പറയുക, ഇപ്പം തന്നെ റൈബാൻ ഗ്ലാസ് ഇറങ്ങിയില്ലേ, അങ്ങനത്തെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, അത്രയേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ആ ഒരു പ്രൊജക്റ്റ് ഓൺ ഗോയിങ് ആണ്. വിത്ത് ഓപ്പൺ AI ആയിട്ടാണ് ഇപ്പോൾ ഇവർ ആ ഒരു പരിപാടി പിടിച്ചിരിക്കുന്നത് ആക്ച്വലി. Hustle, hustle, hustle. Sleep was sin in my household. Sin. I saw my dad asleep one time in my life. I got up at 8 o'clock on a Saturday morning and went through the kitchen and peeked, and I saw him sleeping. I woke up my brother's like, dude, Dad's still sleeping. He actually died 2.5 months later, and connected that idea that, oh, if he slept in that late, he must have not been here. If it was daylight, you couldn't be inside. There's a fierce sense of independence. Hour, 30 minutes TV a night max. Mom would always say, why are you going to watch someone doing something when you can go out in the world and do it yourself? Turn that damn thing off, get outside. Had to be outside. Like, get out in the world, go hustle, figure it out, be home at dark. That was just the understood rule. Hustle. എനിക്ക് വീഡിയോൻ്റെ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറയാലോ, ആ ഒരു ക്യാപ്ഷൻ പരിപാടി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. I had secrets in my mind. ഇതാണ് പുള്ളി, ബിൽ ഗേറ്റ്സും. പിന്നെ In my 20s, I chose to focus on one topic from age 20 to about 31 or 2. I told myself, hey, I love biology and math and all these things, but I want to be the person who's advancing software faster than anyone else. And so I really did narrow my focus, and I didn't take much time off, and I could stay in the office 72 hours and then crash, and so my adrenaline was really unique, but just my stamina and focus for that period of my life, being kind of a maniac, was the right thing. And my competitors would say, oh no, you work too hard, and I'd say, yes, I do. In my 20s, no idea, buddy, no idea. $17 Pro Air. Apple-ന്റെ എൻ്റെ മോനെ ഇവരിപ്പം ഗാലക്സി ഒക്കെ ആയിട്ട് ഇപ്പം പെർപ്ലെക്സിറ്റി ആക്ച്വലി അവരിപ്പോൾ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആക്ച്വലി. ബട്ട് ഈ ഒരു പെർപ്ലെക്സിറ്റി ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ സീൻ ഔട്ടോ. അയ്യോ, എന്നാ മാറ്റമല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്.
Google just destroyed NA10 with this free alternative. It's called Opal and it's way better for beginners. Unlike NA10 where you need technical skills, Opal lets you describe what you want in plain English and builds the entire workflow for you. Opal also uses a visual canvas where you can see data flowing through each step in real time. It's also got Google's latest AI models built right in. Gemini 2.5 Pro for text, Veo 3 for videos, and Image Gen 4 for images. You can edit workflows through drag and drop cards, remix existing apps from their gallery, and collaborate with others instantly through shared links. So, want to check it out? Comment Opal and I'll send you the link. Google just Opal. destroyed NA10 with Opal. ഓപ്പണേൻ്റെ വക 300+ പ്രോംപ്റ്റാണ് അവർ ജനറേറ്റ് ചെയ്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ AI ആക്ച്വലി ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർക്ക് ഒരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഷോമി 17 പ്രോവിൻ്റെ ഇതെന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത്. ഷോമി പക്ഷെ ഇതധികം ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഈ ഒരു സാധനം ലോഞ്ച് ആവുന്നത്. മറ്റേ സാധാ ആപ്പിളിൻ്റെ ടെക് ഇവൻ്റ് പോലെ അങ്ങനത്തെ അത്രയൊരു പ്രചാരം കിട്ടിയിട്ടില്ല ആക്ച്വലി. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു ഇതായിരുന്നു ആപ്പിളിൻ്റെ ഈ ഒരു ഓറഞ്ച് സാധനമായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത്. അത് ഏകദേശം നല്ല പൈസയായിരുന്നു. ബ്ലാക്കിനേക്കാളൊക്കെ ഭയങ്കര രീതിയിൽ ഇത് വിറ്റുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ഇൻസ്പിറേഷനൊക്കെ വന്നേക്കുന്നത് നോക്കിയെന്നാണോ? അമ്മാതിരി നല്ലൊരു സെയിം കളർ ബട്ട് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളർ എന്ന് പറയുന്നത് കാണാൻ നല്ല രീതിയിൽ തന്നെ രസമുണ്ട്. I think he will be bigger than me. Let's see if he has the same hunger. The hunger is the most difficult. I think BYD അതെ, എക്സ്പെഷ്യലി BYD എന്ന് പുള്ളി ഇതായിട്ടുണ്ട് ആക്ച്വലി. എൻ്റെ അമ്മ പക്ഷേ 17 years BYD പൊസിഷൻ 17 വർഷം ആ ഒരു സ്റ്റോക്ക് BYDൻ്റെ സ്റ്റോക്ക് പുള്ളി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോക്കാണ് പുള്ളി എടുത്ത് ഇപ്പം ഇതാക്കിയേക്കുന്നത്. പുള്ളി അത് അതിനകത്തുനിന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്ക് പുള്ളി വിറ്റിട്ടുണ്ട് ആക്ച്വലി. അതിന് വേറെ ഏത് സ്റ്റോക്കിലേക്കാണ് മാറ്റാൻ പോകുന്നതെന്നാണ് പിടികിട്ടാത്തത്. ഇപ്പം ആപ്പിളിനെ അങ്ങനെ സ്റ്റോക്ക് വിട്ടിട്ടാണ് മറ്റേ ഹെൽത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവിടെ അമേരിക്കയിൽ, അവരുടെ സ്റ്റോക്ക് പുള്ളിക്കാരൻ വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോട്ട് ഫ്രം ഗിവിംഗ് ബഫറ്റ് മാർക്കറ്റ് ദോ ഹി സ്ലേറ്റ് ഉണ്ട്.
2024 ആയപ്പോഴത്തേനും ഏകദേശം ഒരു 3/4 പുള്ളി സെല് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. മാർച്ചിൽ പുള്ളി ആ ഒരു BYD സാധനത്തിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ആക്ച്വലി. എൻ്റെ അമ്മ ഇതിന്റെ കാരണം എങ്ങനെയാ, എന്താണ് പുള്ളി ഇങ്ങനെ എക്സിറ്റ് ആവാൻ കാരണം? അപ്പോൾ പുള്ളി ഇതുവരെ ആക്ച്വലി ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പുള്ളി 2023 CNBCക്ക് നൽകിയ ഒരു പരിപാടിയിലാണ് പറയുന്നത്. അതായത് ഇത് BYD എന്ന് പറയുന്നത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ പുള്ളിൻ്റെ ആ ഒരു മണി ഉണ്ടല്ലോ, ആ ഒരു മണിക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ബെറ്റർ യൂസേജ് പുള്ളിക്ക് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് BYD പുള്ളി മാറിയത് ആക്ച്വലി. BYD breaking China. A 3-year plan to overtake Nvidia in AI technology. Nvidia മുഞ്ചിക്കോ? 2028 ഹുവായ് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും നല്ല അടിപൊളി വേരിയൻ്റ് ആയിട്ടുള്ള ചിപ്സ് Nvidia-നേക്കാളും സാധനം ഇറക്കാനാണ് ഇവരിപ്പം കളിക്കുന്നത്. എൻ്റെ അമ്മോ, ഇതിനകത്ത് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ സാധനം തന്നെ 62% Nvidia-ൻ്റെ ഇനി അടുത്തിറങ്ങാൻ മുതൽ NVLink 144 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റിനേക്കാളും കിടിലനായിരിക്കും ഇത് ഹുവായ് ഇറക്കാൻ വേണ്ടി പോകുന്ന അടുത്ത സാധനം എന്നാണ് അവരിപ്പം പറയുന്നത്. CEO തന്നെ, Nvidia-ൻ്റെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട് ഹുവായിൻ്റെ ആ ചിപ്പായിട്ടുള്ള ആ ചിപ്പിൻ്റെ പേരെന്തായിരുന്നു, അൾട്രാസ് 95 സൂപ്പർ നോഡ് എന്ന് പറയുന്ന സാധനം കിടിലൻ നല്ലൊരു ഐറ്റം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. 3-year AI strategies in China's intent to close the AI. അപ്പം 3 വർഷം കൊണ്ടാണ് അവരിപ്പം ഈ ഒരു AI റേസിൽ Nvidia-നും അതേപോലെ തന്നെ അമേരിക്കനെയും കൂടി ഇടിക്കാൻ വേണ്ടി നോക്കുന്നത്. എന്ത് നടക്കുമെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും പക്ഷെ ഹുവാവൈ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം അവിടെ മറ്റേ ബൈഡു ഒക്കെ അവന്മാരൊക്കെ ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല സോറി, ബൈഡു ഒരു ഇതാണല്ലോ ഇങ്ങനെ ചിപ്പ് നിർമ്മാണത്തിൻ്റെ ചിപ്പ് നിർമ്മാണത്തിലെ ആൾക്കാരൊന്നും ഒരു പിടിയില്ല ആക്ച്വലി. അതാണ് വേറെ ഒരു കാര്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ, ടൈറ്റാനിയം, അലുമിനിയം 2025 അലുമിനിയം, 2023-24 ടൈറ്റാനിയം, പിന്നെ 2017 22 വരെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതായിരുന്നു അതിൻ്റെ ഓരോരോ ബോഡി പ്രൊപ്പോർഷൻസ്. The iPhone Air is a phone that Steve Jobs would have made. And I don't say that lightly, no pun intended. ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഗൈസ് ആക്ച്വലി. അന്നഹാത്ത് ഫേസ് ആണല്ലോ. Rebecca. Hi. Hi. We reserved your office. You reserved my office. We're almost finished. Can you give us a sec? Oh, sure. Why are there people in my office wearing shoes? It's an events planning meeting, I think. Okay. Why is it happening in my office? Sometimes people use your office as a spare conference room. Is there anything I can help you with? Yes. What's his name? Jeff. I need you to start offboarding Jeff Winitsky. Offboarding? We're firing him immediately. Why? Bad energy. Bad energy. Got it. Thank you. Rebecca. Hi. എത്ര പെട്ടെന്നല്ലേ ഒരാളിങ്ങനെ ഫയർ ആകുന്നത്. ബാഡ് എനർജി എന്തൊക്കെ കാണണമാകും. ബാഡ് എനർജി കാരണം ഓരോരുത്തരും ഇങ്ങനെ പണി വെച്ച് കേൾക്കുകയാണ്. ബാഡ് എനർജി പുള്ളിക്കാരി ക്യാൻവേൻ്റെ ഫൗണ്ടറാണ്, ഓസ്ട്രേലിയക്കാരി. പുള്ളിക്കാരത്തിൻ്റെ മെലീനി പെർക്കിൻസ്. ഇതാണ് ഐഡിയാസ്. 100 ഇൻവെസ്റ്റേഴ്സാണ് ക്യാൻവേൻ്റെ ഐഡിയ റിജക്റ്റ് ആക്കിയത്. ഇന്ന് 26 ബില്യൺ. എനിക്ക് തോന്നുന്നത്
ഓസ്ട്രേലിയയിൽ ഏറ്റവും വാല്യുവേഷനുള്ള ഒരു കമ്പനി ക്യാൻവ ആയിരിക്കാം. കാര്യം പെർപ്ലെക്സിറ്റീൻ്റെ വാല്യുവേഷൻ 20 ബില്യൺ ആയി ഗൈസ്. കോഴ്സിലോ പുള്ളിൻ്റെ അടുത്ത് ഇതൊന്നും ഇല്ലാതെ പുള്ളി ബിൽഡ് ചെയ്തതാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് Justin Bieber. Google copies Apple. Introducing MagSafe for iPhone. Any MagSafe accessory can simply snap onto the back of iPhone. So this is really great. We're enabling a whole new ecosystem for MagSafe, starting with all new cases for iPhone 12. And you can use other MagSafe accessories on top of the cases, like the MagSafe charger. The Pixel Snap just allows you to snap your phone on chargers, on wallets, on stands, on anything you need. And on top of that, just a little secret that this works perfectly fine with your Apple MagSafe accessories. Can you say? You said the A word. I said. Can we talk about Apple? Introducing. ഇത് iPhone 12 സാധനം ഇറക്കിയ സമയത്ത് ഉണ്ടാക്കിയ മാക്സ് സേഫ് ഇപ്പം 2020 പുതിയ ഇതുണ്ടല്ലോ പിക്സൽ ഇറക്കിയിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ പിടിച്ചിതാക്കിയിരിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞപ്പോൾ BYD. സാറിന് കാര്യമായിട്ട് ചോദിച്ചതാവും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? വിസ കഴിഞ്ഞ് 2-3 ദിവസം കൂടെ ഉള്ളൂ. ഈ ജോലിയിൽ താൻ അത്ര പ്രതീക്ഷ നോക്കണം കേട്ടോ. നമ്മുടെ അക്കൗണ്ടന്റ് 1 മാസമായിട്ട് ലീവില്ല. ഇവർ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഇന്റർവ്യൂ നടത്തിയിട്ട് ആ വരുന്ന ആൾക്കാരെ കൊണ്ട് അപ്പം എന്തെങ്കിലും ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ച് തീർക്കും. ഒരു ഡ്രാമയാണ് ബ്രോ. നമ്മുടെ നാട്ടുകാരാ പറഞ്ഞിട്ടെന്താ കാര്യം? സത്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. മാത്രമല്ല അവർ നമ്മുടെ ടാസ്ക് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. ശരിയാണ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെ കുറേയധികം മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ചില സമയങ്ങളിൽ എനിക്കും സംഭവിച്ചിട്ടുണ്ട് സത്യം പറയാലോ. അതായത് ചില കമ്പനികളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും കിട്ടും. ബട്ട് എവിടെയും കിട്ടില്ല. എന്നിട്ട് കുറേയധികം കാലങ്ങൾ ഇങ്ങനെ കുറേയധികം കഷ്ടപ്പെടണം, കുറേയധികം ലേൺ ചെയ്യണം ആക്ച്വലി. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റായി കിട്ടുക പോലും ഉള്ളൂ. ബട്ട് ഇതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയായിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് എന്താ പറയുക, ടൊവിനോ പറയുന്നത് പോലെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഇറ്റ് വോണ്ട് ബി ദ ഇഫ് ദ എൻഡ് ഈസ് നോട്ട് എ ഗുഡ് എൻഡ് ഇറ്റ് വോണ്ട് ബി ദ എൻഡ്. ടൊവിനോയുടെ ഡയലോഗ് ഫുള്ളായിട്ട് ഞാൻ മറന്നു വിട്ടു. എങ്ങനെയായാലും ഇത് കിട്ടില്ല, അതേ രീതിയിൽ തന്നെ. അങ്ങനെ എന്താ പറയുക, ഇതൊരു ഭയങ്കര ടച്ചിങ് ആണ്. ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കായിരിക്കും കുറച്ചും കൂടി ഇത് അക്സെപ്റ്റബിൾ ആയിട്ട് മനസ്സിലാക്കാൻ കുറച്ചും കൂടി സാധിക്കുന്നത് ആക്ച്വലി. യാപ്പ്. എൻവിഡിയ നമ്മുടെ ChatGPT ഇൻവെസ്റ്റ് ചെയ്യണം 100 ബില്യൺ. അതായത് എസ്പെഷ്യലി ആ ഒരു ചിപ്പ് സെറ്റ്, അതേപോലെ തന്നെ എൻവിഡിയൻ്റെ ആ ഒരു കമ്പ്യൂട്ടിങ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഡാറ്റാ സെൻറ്റേഴ്സ്, അതിനകത്തൊക്കെ ഇവർക്ക് ആക്ച്വലി റെൻഡർ ചെയ്യാൻ പറ്റും ഈ ChatGPTക്ക്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഗാരം എന്ന് പറയുന്നത്. Who worked in both US and Chinese airlabs reveals how their approach diverges.
എസ്പെഷ്യലി ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ചൈനയിലാണെങ്കിൽ അവരുടെ GPUs ആക്ച്വലി അവർക്ക് സാധനം ഇല്ല. അതായത് നല്ലൊരു ചിപ്സെറ്റ് അവർക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂസിലാണെങ്കിൽ ഇഷ്ടംപോലെ ചിപ്സെറ്റുകൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു ചിപ്സെറ്റുകളാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു സാധനം യൂസിൻ്റെ കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൈനയ്ക്ക് ഇവർ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ ഹ്യുവാവേയൊക്കെ ആണെങ്കിൽ ഇനി NVIDIA-നേക്കാളും കിടിലനായിട്ടുള്ള ചിപ്സെറ്റുകൾ അവരുടെ ബ്ലാക്ക് ഷെൽ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാധനത്തിനേക്കാളും കിടിലനായിട്ടുള്ള ചിപ്സെറ്റുകൾ അവർ ഇനി നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. കാരണം ചൈനയ്ക്ക് ഇപ്പം അമേരിക്കേൻ്റെ കൂടെ പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ചിപ്സെറ്റുകൾ ഉണ്ടാക്കണം. അതേപോലെ കഴിവുള്ള ആൾക്കാർ രണ്ടിടത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിനകത്ത് നല്ല രീതിയിൽ ചിപ്സെറ്റുകൾ, അതായത് NVIDIA-ൻ്റെ വാല്യുവേഷൻ ആ ഒരു ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ തന്നെ ഏകദേശം 4.2 ട്രില്യൻ്റെ മുകളിലേക്ക് വന്നതൊക്കെ ഈ ഒരു ചിപ്സെറ്റ് വഴിയായിട്ട് മാത്രമാണ്. അതാണ് അതിനകത്ത് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഗൈസ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.